കോവിഡ് ടൈമിൽ പോലും PSCന്റെ കാലാവധി നീട്ടി തന്നിട്ടില്ല. ഇടുക്കിയിലും കോട്ടയത്തും അന്ന് ഒരു നിയമനം നടത്തിയിട്ടൊന്നുമില്ല. 1400 പേര് അന്ന് ഏജ് ഓവറാകും, പിന്നെ എക്സാം പോലും എഴുതാൻ പറ്റാണ്ടായിട്ടുണ്ട്. ഇപ്പൊ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. ഇപ്പൊ അവര് PSCക്ക് തോന്നുന്ന രീതിയിലല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ കുറെ സമരം ചെയ്യാം. അന്ന് പിന്നെ നമ്മൾ സമരം ചെയ്തതിന്റെ ബാക്കിയായിട്ടായിരിക്കാം കുറച്ചു പേർക്കെങ്കിലും നിയമനം കിട്ടിയത്. നമസ്തേ. നിങ്ങൾ ഈ കേട്ടത് കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതിയിട്ടും തഴയപ്പെട്ട PSC ഉദ്യോഗാർത്ഥികളുടെ ശബ്ദരേഖകളാണ്. അതായത് കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതിയ ശേഷം ലിസ്റ്റിൽ പേര് വന്നു, എന്നിട്ട് ആ ജോലി നേടാൻ വേണ്ടി മുട്ടിലിഴഞ്ഞും മുടിമുറിച്ചും നിരാഹാരം കിടന്നിട്ടും ജോലി കിട്ടാണ്ട് പോയ ഉദ്യോഗാർത്ഥികളുടെ ശബ്ദം. എന്തുകൊണ്ട് ഇപ്പോഴിത് പറഞ്ഞു എന്നാൽ കൈക്കൂലി വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് കുറ്റകരമാണെന്നാണ് നിയമം പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ പദവികളിലൊന്നാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇതേ പബ്ലിക് സർവീസ് കമ്മീഷനാണ് സർക്കാർ ജോലികളിലേക്ക് ആൾക്കാരെ തെരഞ്ഞെടുക്കാനുള്ള കേരളത്തിലെ ഏജൻസിയായി പ്രവർത്തിക്കുന്നത്. അവിടെ നടന്നുവെന്നോ നടക്കുന്നുവെന്നോ സംശയിക്കുന്ന ഒരു അഴിമതിയെക്കുറിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുന്നത്. നല്ല വ്യക്തിത്വങ്ങളായവരെ, കള്ളം കാണിക്കാത്തവരെ, കാണിച്ചിട്ടില്ലാത്തവരെ, വിശ്വാസയോഗ്യരായവരെ ഒക്കെയാണ് PSC അംഗങ്ങളായി നിയമിക്കുന്നത്. അങ്ങനെയാണെന്നാണ് അവകാശപ്പെടുന്നത്. ഭീമമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പെൻഷൻ ഉൾപ്പെടെയുള്ള ആയുഷ്കാല ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കും. നിലവിലെ കണക്കനുസരിച്ച് ഏകദേശം 4 ലക്ഷം രൂപയാണ് ഇവരുടെ ശമ്പളം. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ക്ഷാമബത്ത 2% കൂട്ടി 55% ധനവകുപ്പിന്റെ ഉത്തരവിറങ്ങിയിട്ട് അധികമായിട്ടില്ല. ഇതോടെ ചെയർമാന്റെ ശമ്പളം 4.10 ലക്ഷം രൂപയായിട്ടുണ്ട്. അംഗങ്ങളുടേത് 4 ലക്ഷം രൂപയുമായി വർദ്ധിപ്പിക്കാനും തീരുമാനം വന്നിരുന്നു. ചെയർമാന് പുറമെ 19 അംഗങ്ങളാണ് നിലവിൽ PSCയിലുള്ളത്. അഴിമതിക്കതീതരാണ് PSC അംഗങ്ങൾ എന്നാണല്ലോ വയ്പ്. എന്നാൽ തന്റെ ഭാര്യയ്ക്ക് സർക്കാർ അധ്യാപികയായി ജോലി കിട്ടാൻ ഒരു നേതാവിന് 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തതായി തുറന്ന് സമ്മതിച്ചുകൊണ്ട് നിലവിൽ ഈ 19 അംഗങ്ങളിൽ ഒരാളുടെ ലേഖനം പുറത്തു വന്നിട്ടുണ്ട്. നിലവിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗവും മുൻ സർക്കാർ ഉദ്യോഗസ്ഥനും മുൻ പത്രപ്രവർത്തകനുമായ സേഫ് ചക്കുവള്ളിയുടേതാണ് ആ ലേഖനം. നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് തുടർന്ന് ആ സ്ഥാനത്തിരിക്കാനുള്ള ധാർമ്മികതയുണ്ടോ എന്ന ചോദ്യം ചില കോണുകളിൽ നിന്നും ഇപ്പോൾ തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞു. സർക്കാർ സർവീസിൽ ഒരു ഇടത്തരം പദവി വഹിച്ചിരുന്ന ഇയാൾ R ബാലകൃഷ്ണപിള്ളയുടെ ജീവചരിത്രമോ മറ്റോ എഴുതിയ വകയിലാണ് തനിക്ക് ഈ സ്ഥാനം ലഭിച്ചതെന്ന് പണ്ട് കലാകൗമുദിയിൽ തന്നെ എഴുതിയതായി ഓർക്കുന്നു. കൊല്ലം ജില്ലയിലെ പ്രൈമറി അധ്യാപക നിയമനത്തിന് PSC 1997 പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ ഇയാളുടെ ഭാര്യ നൂർജഹാനും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ചില നിയമപരമായ പ്രതിസന്ധികളെ തുടർന്ന് നിയമനം വൈകുകയും തുടർന്ന് അദ്ദേഹവും മറ്റു ചിലരും ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും സർക്കാർ കാര്യം മുറ പോലെ ഇഴഞ്ഞു നീങ്ങി. ഈ സമയത്ത് ഭാര്യയ്ക്ക് ജോലി ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് 2001 അക്കാലത്തെ തെക്കൻ കേരളക്കാരനായ ഒരു നേതാവ് തന്നെ സമീപിച്ചു എന്നും അദ്ദേഹത്തിന് അക്കാലത്ത് 5 ലക്ഷം രൂപ വേണമെന്ന് പറയുകയും ചെയ്തതായിട്ടാണ് തന്റെ ലേഖനത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സേഫ് ചകുവളി നിയമവിരുദ്ധമായി ഉദ്യോഗാർത്ഥികളിൽ നിന്നും പിരിവെടുത്ത് നേതാവിന് 1 ലക്ഷം നൽകുകയും ചെയ്തു. ആലോചിക്കണം, ഉദ്യോഗാർത്ഥികളിൽ നിന്നും പിരിവെടുത്തിട്ട്. എന്നാൽ നിയമനം നടക്കാതെ വന്നപ്പോൾ ആ പണം തിരികെ വാങ്ങിയതായും വിരട്ടി വിയർപ്പിച്ചാണ് അത് വാങ്ങിയെടുത്തു എന്നും ലേഖനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്കിപ്പുറം വളരെ സത്യസന്ധതയോടെ അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയില്ലേ എന്ന് ചോദിക്കാം. എങ്കിലും ഭാര്യയ്ക്ക് സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു എന്ന അദ്ദേഹത്തിന്റെ കുറ്റസമ്മതം നിലവിൽ അദ്ദേഹം വഹിക്കുന്ന ചുമതലയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്ന ആരോപണം ചില കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുകയാണ്. ഒരിക്കലും അത്തരമൊരു ആരോപണത്തെ കുറ്റം പറയാനാകില്ല. കാരണം കൈക്കൂലി കൊടുക്കുന്നതേ തെറ്റ്. അപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടി, അതും അന്നത്തെ ആ ഉദ്യോഗാർത്ഥികളെ പറ്റിച്ച് അവരിൽ നിന്നും പണം പിരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് ജോലി കിട്ടാൻ കൈക്കൂലി കൊടുത്തയാൾ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാൻ പണം വാങ്ങിക്കൂടായില്ലല്ലോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ ചോദ്യം ഉന്നയിക്കുന്ന റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെ കുറ്റം പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല എന്നതാണ് ഉത്തരം. അതെ, ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണോ PSC അംഗം എന്ന ഭരണഘടനാ പദവിയിൽ ഇരുത്തേണ്ടതെന്ന ചോദ്യത്തിന് എന്തുത്തരമാണ് നൽകേണ്ടത്? മടിയിൽ കനമുള്ളവനെ പേടിക്കേണ്ട കാര്യമുള്ളൂ എന്ന തത്വത്തെ പൊക്കിപ്പിടിച്ചു നടക്കുന്ന പിണറായി സർക്കാർ ഇതിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക? സേഫ് ചക്കുവള്ളിയുടെ മുന്നിൽ ഇനി സമാനമായ ഒരു സംഭവം വന്നാൽ എങ്ങനെയാണ് അയാൾ അതിനോട് പ്രതികരിക്കുക? എന്ത് നിലപാടാണ് സ്വീകരിക്കുക? എന്റെ ഭാര്യയെ പോലെ പണം നൽകി ഒരുപാട് പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ്, അവരെ വിഷമിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് നിയമനം നൽകുമോ? അങ്ങനെ എത്ര നിയമനങ്ങൾ ഇതിനോടകം നൽകിയിട്ടുണ്ടാകും? PSC ചോദ്യപേപ്പർ ചോർന്നു എന്ന വാർത്ത കേട്ട് ഞെട്ടിയവരാണ് നമ്മൾ. എങ്ങനെയാണ് PSC ചോദ്യപേപ്പറൊക്കെ ചോരുന്നത് എന്ന് ഞെട്ടലോടെ നാം ചോദിച്ചിട്ടുമുണ്ട്. സ്വാഭാവികമായും ഇത്തരം അംഗങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷനുള്ളപ്പോൾ ചോദ്യപേപ്പറൊക്കെ ചോരുക തന്നെ ചെയ്യും.
PSC ലിസ്റ്റുകളുടെ വിശ്വാസ്യത പോലും അപ്പോൾ നഷ്ടപ്പെടും. ഈ ലിസ്റ്റുകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയവർ എല്ലാം പഠിച്ചെഴുതിയവരാണെന്ന് എന്താണ് ഉറപ്പ്? ഇതിൽ എത്ര പേരെ സേഫ് ചക്കുവള്ളിയെ പോലുള്ളവർ ചോദ്യവും ഉത്തരവും പറഞ്ഞുകൊടുത്ത് കയറ്റി വിട്ടിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഏകജാലക സംവിധാനം വന്നിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുന്നേ PSC എന്തു പറയുന്നോ അതാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. അതാണ് നമ്മുടെ അറിവ്. സമയത്ത് ലിസ്റ്റ് വിളിക്കാതെ പല കാരണങ്ങൾ കൊണ്ടും വയസ്സ് കഴിഞ്ഞു പോയി ഇനിയൊരു പരീക്ഷ എഴുതാൻ പറ്റാത്ത എത്രയോ ഉദ്യോഗാർത്ഥികൾ ഉണ്ട്. സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെച്ച് പോകേണ്ടി വന്നവരുണ്ട്. എന്തുകൊണ്ട് ലിസ്റ്റ് വിളിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയാറ്. അപ്പോൾ ആരാണത് റിപ്പോർട്ട് ചെയ്യാത്തത്? മുട്ടിലഴിഞ്ഞ് നമ്മുടെ പെൺസമൂഹം സമരം ചെയ്തിട്ടും മുഖം തിരിച്ച സർക്കാർ ഇതിനെല്ലാം മറുപടി പറയേണ്ട അവസരം വന്നെത്തിയിരിക്കുകയാണ്. PSC ഏതെങ്കിലും അജണ്ടയുമായി പ്രവർത്തിക്കുകയാണോ എന്ന ഉദ്യോഗാർത്ഥികളിൽ സംശയം ജനിപ്പിച്ചു കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ തീർച്ചയായും PSCയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്ത സേഫ് ചക്കുവള്ളി ആ സീറ്റിൽ ഇനി തുടരുമോ എന്ന് തന്നെ ഞങ്ങൾക്കറിയണം. കാത്തിരിക്കുകയാണ് സർക്കാരിന്റെ നിലപാടറിയാൻ.